വീട്ടിൽ നിന്ന് പണ്ട് ഞങ്ങള് അമറക്ബറം തോണിയിലാണ് നാദർഷയ്ക്കും സുഹിത്തേട്ടനും ശങ്കറേട്ടനും ജോർണിക്ക് ചേട്ടനും ഒക്കെ ഒരുമിച്ചുണ്ടായിരുന്നത്. അതിനുശേഷം ഞങ്ങള് കട്ടപ്പനയിൽ ഒരുമിച്ചുണ്ടായിരുന്നു. ഇപ്പൊ ഇവരെ എല്ലാരും ഇപ്പൊ പുതുതായിട്ട് ബാവക്കുണ്ട്. നമ്മുടെ പ്രൊഡ്യൂസർ അദ്ദേഹം ഈ ടീമില് പുതിയ ആളാണ്. അദ്ദേഹം പ്രവാസിയാണ്. മഞ്ചാടി ക്രിയേഷൻസിന്റെ ബാനറിലാണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. ഒരു ഹ്യൂമർ ജോണർ, ഫാന്റസി, മാജിക്കൽ ഫാന്റസി ഹ്യൂമർ ജോണറിലുള്ള ഫാമിലി സബ്ജക്റ്റാണ് ഉണ്ടാക്കി. ഇത് സുജിത് വാസുദേവ് അമറക്ബറന്തോണിക്ക് ശേഷം ഞങ്ങൾ ഒരുമിക്കുന്ന സിനിമ ഇതാണ്. അതെ, ഉറപ്പായിട്ടും ഞാനത് കമ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ അത് ഒരു ചിരിക്കാനുള്ള സിനിമ. അതൊക്കെ ഇവിടെ ഈ ടീമിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഒരു ചിരിക്കാനുള്ള കുറെ ദിവസങ്ങൾ ചിരിക്കാം. അതുപോലെ നിങ്ങൾക്കും തിയേറ്ററിൽ ചിരിക്കാൻ ഇടവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ മലയാളികൾ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ഒരു കോമ്പിനേഷൻ ആണ്, അതും കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് വരുന്നത്. അപ്പൊ നമ്മള് പ്രേക്ഷകർ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? നല്ലൊരു സിനിമയായിരിക്കും ഇത് പ്രതീക്ഷിക്കുക. പ്രതീക്ഷ പ്രേക്ഷകർക്കല്ലേ അറിയൂ. നമ്മള് അമർ അക്ബർ ആന്റണി, കട്ടപ്പന ഇതിനൊക്കെ ശേഷം അതിനേലും വലിയ വൺ ഹിറ്റായിരിക്കും ഇത്, അത് സംശയമില്ല. കാരണം ആ ടീമാണ് ഒന്നിക്കുന്നത്. അതുകൊണ്ട് ധൈര്യമായിട്ട് പറയാം. ഞങ്ങളൊരു പുതിയ നായികയെ പരിചയപ്പെടുത്തുന്നുണ്ട്. നിങ്ങളുടെ നായിക ഒരു മിനിറ്റ് വാ. നായികക്ക് ഒരു ഹിറ്റ് കോമ്പോയോടൊപ്പം ഒന്നിക്കുന്ന എന്താണ് മൂവിയിൽ അഭിനയിക്കാന്ന് പറയുന്നത് വളരെ ഹാപ്പിയാണ്. ആൻഡ് ഇങ്ങനെ ഒരു ടീം, വെരി സ്ട്രോങ് ടീം. സോ ശരിയാ കാണാം, എടുക്കണം. ഇത് ഞങ്ങളുടെ റൈറ്റർ, പുതിയ റൈറ്റർ കണ്ട ആകാശ് ദേവ്. ഈ കാലത്ത് മാജിക് മഷ്റൂം എന്ന് പറയുന്നു. മാജിക് മഷ്റൂം എന്ന് പറയുന്നതിന് ഞങ്ങള് ഒന്ന് അത് ഡൈല്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രം കഞ്ഞിക്കുഴി ഒന്നും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പൊ അത് സാധാരണ മാജിക് മഷ്റൂം കൊടൈക്കനാലിൽ നിന്നാണ് നമ്മള് അല്ലെ കേട്ടിട്ടുള്ളത്. പക്ഷെ കഞ്ഞിക്കുഴിയിൽ നിന്ന് ഉള്ള മാജിക് മഷ്റൂം എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് സിനിമ കാണുമ്പോൾ അതെന്ത് മഷ്റൂം എന്നുള്ളത് അപ്പൊ ആ സമയത്ത് ഇതൊരു തമാശ രീതിയിലുള്ള മഷ്റൂം, മറ്റേ മഷ്റൂം അല്ല. ഹ്യൂമർ തന്നെ ആയിരിക്കും ജോണർ, അതോ ഹ്യൂമർ ജോണർ, ഫാന്റസി, മാജിക്കൽ. നമസ്കാരം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രം തന്നെയായിരിക്കും. നമ്മളിത് കഞ്ഞിക്കുഴി എന്നുള്ള ഒരു മാജിക്കൽ മഷ്റൂം പരിപാടിയായിരുന്നു. കറക്റ്റായിട്ടുള്ള മാജിക്കൽ മഷ്റൂം അല്ല, എന്താണെന്ന് നമുക്ക് വർക്കി കാണാം. മാജിക്കൽ റിയലിസം കൺസെപ്റ്റിൽ കഥ പറയുന്ന, ത്രൂ ഔട്ട് കഥ ഈ പറയുന്ന ഹ്യൂമർ പറയുന്ന ഒരു നല്ല ചിത്രമായിരിക്കും. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പടമായിരിക്കും. ആരൊക്കെയാണ്? ഇതിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. പിന്നെ കൂടുതലും നമ്മളുടെ ഇപ്പോഴത്തെ ഈ ജനറേഷനിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന താരങ്ങൾ എല്ലാവരുടെയും പേര് ഇപ്പൊ ആരെങ്കിലും പേര് പറഞ്ഞതിനെ വിട്ടുകൊണ്ടല്ല വിചാരിച്ചിട്ടാണ് എല്ലാവരും ചെറിയ പറയുന്നത്. വഴിയെ ഇന്നിപ്പോ മാജിക്കൽ മഷ്റൂംസ് ഫ്രം കഞ്ഞിക്കുഴി, അതാണ് നമ്മുടെ ടൈറ്റിൽ. ഞങ്ങൾ തുടങ്ങുകയാണ്. നിങ്ങളുടെ എല്ലാവരും സഹകരണം ഉണ്ടാവും. താങ്ക് യു. പടത്തിനെ പറ്റി ഒന്നും എനിക്ക് പറയാനൊന്നുമില്ല. ആധികാരികമായിട്ടൊന്നും നമുക്ക് തന്നെ നിൽക്കാം. ഈ ചാക്ക് പിടിച്ചാണ് അപ്പൊ എല്ലാം കൂടെ കൂട്ടുന്നത്. അല്ല, ചാനലിന്റെ മൈക്ക് പിടിക്കാൻ വിളിക്കാം. കട്ടപ്പന ഋതിക് റോഷന് ശേഷം കട്ടപ്പന നല്ല രസമല്ല. കട്ടപ്പനയിലെ ചേട്ടന്റെ ഡയലോഗ് ഇപ്പോഴും ട്രെൻഡിങ് ആണ്. ഇപ്പോഴും പലരും ട്രോളുകളിലൊക്കെ ആണെങ്കിലും വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. അപ്പൊ അത്തരത്തില് വീണ്ടും ഒരു നല്ലൊരു കഥാപാത്രം ഇതിൽ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇതിനകത്ത് കട്ടപ്പനയിലും കുറച്ച് വലിയ റോളാണ്. വലിയ റോളെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കട്ടപ്പനയിലെ പോലെ രതീഷ്, അതുപോലെ തന്നെ ഋതിക് റോഷൻ, ഇയാളെ ആ ടൈപ്പ് ഒരു സംഭവമല്ല. ഇതിനകത്ത് ആളുടെ ഈ നായകന്റെ അച്ഛനെ വിഷ്ണുവിന്റെ അപ്പൊ ഇച്ചിരി സീരിയസ് സംഭവമൊക്കെ ആയിട്ടാണ് വന്നത്. എന്തോ അങ്ങനത്തെ സംഭവങ്ങളല്ല. കോമഡി മാത്രമല്ല, കുറച്ച് കോമഡി എന്റെ ഭാഗത്ത് കോമഡി വരാൻ അതില്ലെന്നാ ഉള്ള ഒരു അറിയിപ്പായിട്ട്. ആക്ച്വലി സീരിയസ് ഒരാളായിട്ടാണ്. അതെന്തായിരിക്കും
കുറച്ച് നമുക്കിപ്പോ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ റോള് പ്രതീക്ഷിക്കാം. അല്ല, ഈ കട്ടപ്പനയുടെ സമയത്ത് അങ്ങനെ ഇല്ലായിരുന്നു. സിനിമ കഴിച്ചിട്ടില്ലേ പിന്നെ വേറെ സൗണ്ടൊക്കെ മാറിപ്പോയി. മൊത്തത്തില് ഭയങ്കര ദുഃഖമൊക്കെ ആയിട്ട് അഭിനയിച്ച പടങ്ങൾ പിന്നെയല്ലോ ചിലപ്പോ അതുവേ എഴുതിയായിരിക്കും ഇങ്ങനെ എഴുതിയ ആൾക്കാരെ. അതായിരിക്കും ഇങ്ങനെ ഗംഭീരമാകാൻ വഴിയുണ്ട് വരെ. അത് നിങ്ങളുടെ ആ ഒരു സഹകരണവും തീർച്ചയായിട്ടും. പിന്നെ തമ്പുരാന്റെ അതിലല്ല ഒരു സിനിമ ഇപ്പൊ കണ്ടില്ല, പൂജ കാര്യങ്ങളൊക്കെ നടത്തി അല്ലെ. ഈ പൂജ നടത്തി കഴിഞ്ഞപ്പോ ഇപ്പൊ അവിടെ പൂജ നടത്തി അവിടേക്ക് ആ പൂജ അല്ലോ അവിടെയോ ഈ നിൽക്കുന്ന എവിടെയെങ്കിലും ഇപ്പൊ ഈ പറയുന്ന എന്തെങ്കിലും ഉണ്ട്? ആരുമില്ല, മനുഷ്യരുണ്ട്. അപ്പൊ മനുഷ്യരുടെ സഹായം എല്ലാം ഉണ്ടെങ്കിൽ നമ്മളിത് വിജയിപ്പിച്ചിരുന്നു. അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലുള്ള ഇദ്ദേഹമാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇദ്ദേഹത്തിന്റെ പ്രൊഡ്യൂസ് ചെയ്ത പടം എന്നെ വെച്ചിട്ട് ചെയ്ത ആമോസ് അലക്സാണ്ടർ എന്ന് പറഞ്ഞ പടം ഇറങ്ങാനിരിക്കുന്നത്. അതിന് തൊട്ട് മുമ്പ് ഇറങ്ങിയ കുട്ടന്റെ ക്ഷണികാമി ഇദ്ദേഹം. പിന്നെ അതിന് മുമ്പ് ഇദ്ദേഹം ഒരു 5-6 പടം എടുത്തിട്ടുള്ള ആളാണ്. പിന്നെ ഇത് ബാവാക്കാനെ പിന്നെ പറയേണ്ട ആവശ്യമില്ല, ചൂണ്ടിക്കാണിച്ചു വെച്ചാൽ ബാവാക്കായും കോയാക്കായും ചേട്ടനില്ല. ഞാൻ എൻ്റെ ഓർമ്മയിൽ ഞാൻ സിനിമയിലേക്ക് വരുന്ന സമയം തൊട്ട് പല സെറ്റില് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ കാണാറുണ്ട്, വിഷ് ചെയ്യാറുണ്ട്, നല്ല സ്നേഹത്തോടെ ഇരിക്കുന്നു. ആർട്ട് പിന്നെ ആ സൈഡ് പുള്ളിയായിട്ട്. പിന്നെ അഭിനയം എന്റെ കാര്യം ഞാൻ ഏറ്റെടുത്തു. ഇദ്ദേഹം പൈസ കൊടുക്കുന്ന ആളെ പുള്ളിയായിട്ട്. അപ്പൊ മൊത്തത്തില് എല്ലാവരും സഹകരണം ഉണ്ടെങ്കിൽ നല്ലൊരു പടമായിട്ട് സിനിമ മാറാൻ സാധ്യതകൾ കൂടുതലാണ്. ഈ ഒരു സിനിമയുടെ ഒരു ഇവിടെ ഒരു പറച്ചിലുണ്ട്, ഈ മാജിക് മഷ്റൂമിന് മുകളിൽ 2 ഉറുമ്പുകൾ ഇപ്പൊ ഉണ്ട്, അതിനകത്ത് ഒരു ഉറുമ്പ് വെക്കാന്ന് പറഞ്ഞിട്ട്. മാജിക് മഷ്റൂമിന്റെയോ? ഒരു ഉറുമ്പേ ഉള്ളു, ഇപ്പൊ എന്നെ കടിക്കുന്ന ഉറുമ്പാണല്ലോ. അത് കൂടിനകത്ത് ആ 2 ഉറുമ്പ് അത് അതിന്റെ ഇപ്പൊ ബാവൊക്കെ നിപ്പുണ്ട്. അത് പറഞ്ഞു കൊടുത്തിട്ടായിരിക്കുമല്ലോ ചെയ്തേക്കണേ. അതിപ്പോ ആ രഹസ്യം പൊട്ടിക്കണ്ട. ഞാനാണോ നായകനാണോ നായികയാണോ അച്ഛനാണോ അമ്മാവനാണോ അല്ലെങ്കിൽ വടകരത്തുകാരനാണോ ആരെങ്കിലും ആണോ ഉറുമ്പെന്നുള്ളതായിരുന്നു നമുക്ക് സിനിമ കാണുമ്പോ കണ്ടാൽ പോലെ. ഊണ കേറിയിരിക്കുന്നു മഷ്റൂമേന്, മാജിക് മഷ്റൂം അല്ലേ? അതിന് ഞാൻ ഇവിടെ നല്ല പാവക്കൂൺ, മുട്ടുകൂൺ, ഉപ്പുകൂൺ, അരിക്കൂൺ, പിന്നെ നമ്മുടെ വൈക്കോൽ കൂൺ ഇതൊക്കെ കഴിച്ചിട്ടുണ്ട്. ഈ സാധനം എന്താ ലഹരിയൊക്കെ ഉള്ള സാധനം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ കൊടൈക്കനാലിലൊക്കെ അത് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ ഞാൻ കഴിച്ചിട്ടില്ല. ഇത് കഴിക്കേണ്ട അവസരം എന്തെങ്കിലും വരുമോ? അങ്ങനെ ഉണ്ടാവുമോ? പോയി കഴിഞ്ഞാൽ അതുപോലെ യുദ്ധമൊക്കെ ഒന്നും ഇല്ലാത്ത എന്തെങ്കിലും വരുവാണെങ്കിൽ വല്ല വലിച്ചു കുറച്ച് തന്നെ കൊടുത്തിട്ട് ചിലപ്പോൾ തിന്നുണ്ടാവും. അങ്ങനെയൊക്കെ വലിച്ചു കുറച്ച് വല്ലതും തിന്നിട്ടുണ്ട്. വിഷപ്പുള്ളി കുറച്ച് തിന്നിട്ട് ഛർദ്ദിച്ച ചരിത്രമൊന്നുണ്ട് അറിയാൻ പാടില്ല. ഈ ഒരു സിനിമയുടെ ടൈറ്റിൽ തന്നെ അനൗൺസ് ചെയ്ത ഒരു പ്രത്യേക രീതിയിലാണ്. ഇപ്പൊ ഇതിന്റെ ഒരു ആർട്ടൊക്കെ ചെയ്തിട്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇതിന്റെ പേര് തന്നെ റിവീൽ ചെയ്തേക്കുന്നത്. അപ്പൊ അത് ആരുടെ ഐഡിയ ആണ്? നമ്മളിപ്പോ അതിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. ഡയറക്ടറുടെ ഐഡിയ ആയിട്ടില്ല. അഭിനയിക്കാൻ വരുന്ന ആൾക്കാര് ആ ഐഡിയ വെച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഡയറക്ടറായിട്ട്. അദ്ദേഹം സംസാരിക്കുന്ന ആളാണ് ഇദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുത്തപ്പോൾ ഇന്ന സ്റ്റൈലിൽ വേണം, ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയും. പിന്നെ ഈ പേരിടാനാണെങ്കിൽ എഴുത്തുകാരുടെ അടുത്തും എഴുതുന്നവരുടെ അടുത്തും ഇത് കാണുകയല്ലേ. പിന്നെ എന്റെ DOP ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളൊക്കെ അറിയാലോ. അദ്ദേഹം എല്ലാവരും ബന്ധപ്പെട്ട് ആലോചിച്ച് വർക്കൊക്കെ ആയിരിക്കും. പ്രൊഡ്യൂസറിനോടും ആലോചിച്ചാണ് ഇന്ന പേരിട്ടാൻ ഇന്ന ഇടാം. ഒരു സിനിമയ്ക്കൊക്കെ പേരിടുമ്പോൾ ഒത്തിരി ആലോചിച്ച് പറക്കി നല്ല പേര്, ആർക്കും പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത പേര്. ഇന്നത്തെ കാലത്ത് പേരിടുമ്പോഴൊക്കെ സൂചിച്ചില്ല ഏത് രീതിയിൽ കൂടെ പോകുന്നറിയാം. ഇതെല്ലാം നോക്കിയും കണ്ടു. അങ്ങനെ ഒരു നല്ലൊരു പൂജാകർമ്മമൊക്കെ നടത്തി ഒരു സ്വിച്ച് ഓണും കഴിഞ്ഞപ്പോൾ ഷൂട്ട് തുടങ്ങി കാണും. അങ്ങനെ പോകുന്നു. അപ്പം എല്ലാവിധ ആശംസകളും വൻ വിജയമായി തീരട്ടെ. നിങ്ങൾ എല്ലാ കുട്ടന്മാർക്കും നല്ല ആശംസകൾ ഞങ്ങൾ നേരുന്നു. പടം പറയാൻ കഴിയുമ്പോൾ ഇതുപോലെ തന്നെ കൂടുതൽ ആൾക്കാർ വന്ന് ഇതുപോലെ ബൈക്ക് എടുത്ത് വലിയൊരു വിജയമാക്കി മാറ്റാൻ വേണ്ടി അഭ്യർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പുതിയ സിനിമ വേറെ ഏതൊക്കെ പുതിയ സിനിമ നടന്നുകൊണ്ടിരിക്കുന്നതാണ് തീർന്നിട്ട് ബേബി ഗേള് തീർന്നു. ബേബി ഗേള് പിന്നെ വേറൊരു പടം, അതിന്റെ പേരെനിക്ക് കൃത്യമായിട്ട് ജർമ്മനി ലോക വഴി ഖത്തറിനോ എന്താ പറഞ്ഞിട്ടുണ്ട് ഒരു മനസ്സിലായി. അതിന്റെ പേരങ്ങനെ അങ്ങനെ നടന്നു. സിനിമകളുടെ എല്ലാം പേര് ഭയങ്കര പ്രത്യേക. കുട്ടന്റെ ക്ഷണികാമി, ആമോസ് അലക്സാണ്ടർ, ഇപ്പൊ ഇതേപോലെ മാജിക് മഷ്റൂം എല്ലാം പ്രത്യേകമായി പേരുകളാണ്. എന്താണ് അങ്ങനെ? എനിക്ക് മാത്രമേ കുറെ പേരുണ്ടല്ലോ. ഇതാ ഇവിടെ നോക്കിയോ, എല്ലാരും ഇവിടെ നോക്കിയോ.